തുടങ്ങാമോ ശരത്ജി? തുടങ്ങാമേ. ആത്മസാക്ഷാത്കാരം ലക്ഷ്യമുള്ള സാധകന് മോക്ഷയിച്ച ഉണ്ടാകും. ലൗകിക ബന്ധങ്ങളിൽ നിന്ന് മാത്രമല്ല എല്ലാ തരം അഭിലാഷങ്ങൾ മോക്ഷയിച്ചയും വിട്ടാൽ മാത്രം മോക്ഷം അല്ലെങ്കിൽ അവനവന്റെ മനസ്സിനോട് ഉള്ള ബന്ധനം ഇല്ലാതെ ആകുകയുള്ളൂ എന്ന് യോഗിമാരും ഗുരുക്കന്മാരും നമ്മെ ഉപദേശിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു സാധകൻ മോക്ഷ ഇച്ഛയെ ഉപേക്ഷിച്ചേ തീരും. ഇത് അനിവാര്യം ആണ് എന്ന സാധകൻ അറിയുമ്പോൾ അവൻ വിഷമം ഉണ്ടാവുകയും ധർമ്മസങ്കടത്തിലാകും. കാരണം ഭൗതിക ഒട്ടലില്ലായ്മയ്ക്ക് വേണ്ടി അവൻ മോക്ഷം ആഗ്രഹിക്കാതെ ഇരിക്കാൻ വയ്യ. എന്നാൽ മോക്ഷ ഇച്ഛ കളയാതെ ഇരിക്കാനും വയ്യ. ഇതിന് പരിഹാരം എന്താണ് എന്ന് ഗുരു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിവേചിച്ച് അറിയാൻ ശ്രമിച്ചാൽ ഒരു കാര്യം ബോധ്യമാകും. ഒരു സാധകൻ ഇങ്ങനെ ചിന്തിച്ചാൽ, ഞാൻ ആത്മാവാണെങ്കിൽ ഒന്നും എന്നെ ബന്ധിപ്പിക്കുന്നില്ല. എന്നാൽ എന്തെങ്കിലും എന്നെ ബന്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മനോതലത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോ ആ ബന്ധം ഉപേക്ഷിച്ചാൽ മാത്രം സ്വതന്ത്രനായി ആത്മാനുഭവം ലഭിക്കുകയുള്ളൂ. അപ്പോ ഇതിന് പരിഹാരം എന്താണെന്ന് പറഞ്ഞാൽ ഗുരു പറയുന്ന, അതുകൊണ്ട് നാം സൃഷ്ടിച്ച ബന്ധത്തിൽ നിന്നും മോചനം നേടണം എന്ന സാരം. അപ്പൊ ഈ പരിഹാരത്തിനെ കുറിച്ചാണ് അടുത്ത പാരഗ്രാഫിലോട്ട് പോകുന്നത്. പക്ഷെ അവിടെയും പരിഹാരം പിന്നെ അതിലോട്ട് വരുന്നതിന് മുമ്പേ വേറെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ഇതാണ്, അതെങ്ങനെ സമീപിക്കുമെന്ന്. ഏതെങ്കിലും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മോക്ഷയിച്ഛ ആയാലും നിരന്തരം ഉണ്ടാകുമ്പോൾ മനസ്സിന്റെ സ്വാധീനം ചെലുത്തുന്നു അർത്ഥം. മോക്ഷയിച്ഛ ഉപേക്ഷിക്കാൻ എന്നതിനോ അല്ലെങ്കിൽ വേറെ സമസ്യകളെ ഉപേക്ഷിക്കണമെന്നോ മനസ്സ് ഉത്തരം തേടും. അതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടാൻ. അപ്പോൾ വീണ്ടും ആഗ്രഹം കൂടുന്നു. അപ്പോ പരിഹാരത്തിലോട്ട് വരുന്നതിന് മുമ്പേ ഈ ഒരു പ്രശ്നമുണ്ട്. അവന്റെ മോക്ഷ ഇച്ഛ സംബന്ധിച്ച് ഉത്തരം തേടല് തന്നെ അവനെ ബന്ധനസ്ഥൻ ആക്കിയിരിക്കുന്നു. അത് അത്യാവശ്യമായി അവന് തോന്നും. അതുകൊണ്ട് അവന് ഈ നിമിഷത്തിൽ നിലനിൽക്കുന്നില്ല. ഈ നിമിഷത്തിൽ ജാഗരൂകനല്ല. അപ്പോ അവൻ അവബോധത്തിൽ അല്ല. നമ്മുടെ ബോധതലത്തില് ടൈമിന്റെ ഇതില്ലല്ലോ, നോ പാസ്റ്റ് നോ ഫ്യൂച്ചർ. പക്ഷെ ഇപ്പൊ പ്രസന്റിൽ നിൽക്കുമ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ നൗ തൊട്ടടുത്ത നൗ ആവും. അങ്ങനെ നൗ ആയിട്ട് പോകുമ്പം പ്രസന്റിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ്. അപ്പോ ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവന് വീണ്ടും ഉത്തരം തേടാൻ തുടങ്ങി. ഇതിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴും അവിടെ ധാരണകൾ ഉണ്ടാകുന്നു. അതായത് ആ ഫൈനൽ ആയിട്ട് പരിഹാരം എന്തെന്നാൽ ഇങ്ങനെ ഉത്തരങ്ങൾ തേടലല്ല, പല ഉത്തരങ്ങൾ ഉണ്ടായത് മനസ്സിൽ നോക്കിക്കാണണം. വിചാരമാർഗത്തിൽ പോയി അവിടെ നിന്ന് തെറ്റിദ്ധാരണകൾ ഉണ്ടായത് മാറ്റണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിചാരമാർഗത്തിൽ പോകുമ്പോൾ ഉന്നത ബോധത്തിൽ പോകുമ്പം ഉന്നത ഇതില് അറിവ് കിട്ടുമ്പം ആശയങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോ അതിന് വിചാരമാർഗത്തിൽ നിന്ന് തെറ്റിദ്ധാരണകൾ മാറ്റണം. അതിന് വിവേക ബുദ്ധി ഉത്തേജിപ്പിക്കണം. ഷാർപ്പായിരിക്കണം വിവേചിച്ചറിയാനുള്ള ശേഷി. അങ്ങനെ ആശയങ്ങൾ, ധാരണകൾ, ആഗ്രഹങ്ങൾ ഇതെല്ലാം ആ വിചാരമാർഗത്തിൽ നിന്ന് ഉണ്ടായത് അത് ഒരു ആഗ്രഹമായിട്ട് പിന്നെയും അത് ആഗ്രഹത്തിലോട്ട് കടത്തി നമ്മളെ വിടരുത്. ആഗ്രഹത്തിലോട്ട് നമ്മളെ പോകാൻ അനുവദിക്കരുത്. മനസ്സിന് ആ തലത്തിൽ അങ്ങോട്ട് പോകാൻ അനുവദിക്കരുത്. അത് പക്ഷെ പിന്നെ എങ്ങനെ ചെയ്യും? അതെങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് പിന്നെ ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ
നോക്കിക്കാണുക, നിരീക്ഷിക്കുക, വിലയിരുത്താതെ നോക്കിക്കാണുക, നിരീക്ഷിക്കുക. പിന്നെ ഗുരുവചനം ഇത് പറയുന്നുണ്ട്. ഇന്നത്തെ രാവിലത്തെ ടോക്കും അതിനെ ബേസ് ചെയ്തായിരുന്നു. നിരീക്ഷണം ആരിൽ ഉണ്ടോ അവൻ ബോധത്തിൽ നിൽക്കുന്നതെന്നാണ് നിരീക്ഷകൻ. ആ തലത്തിൽ ഇതും ആ ഒരു ഗുരുവചനാണ്. ആ തലത്തിൽ നിൽക്കണം എങ്കിൽ വിവേക ബുദ്ധി ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ ആണ്. അപ്പൊ നോക്കിക്കാണണ്ട അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ട ഒരു വിവേക ബുദ്ധി അങ്ങേയറ്റം ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നാണ് ചെയ്യേണ്ടേ. പണ്ട് പലപ്പോഴും ഗുരുജിയോട് ചോദിച്ചിട്ടുണ്ട്, ഗുരുജി ആരാണ് നിരീക്ഷണം? ഗുരുജി പറയില്ല. കാരണം നമ്മളെ തന്നെ കണ്ടെത്തണം. പിന്നെ നമ്മളൊരു ഊഹാബോധം വെച്ച് നമ്മൾ പറയും ബുദ്ധി 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 എന്ന്, അല്ലെങ്കിൽ ഉന്നത ബുദ്ധി എന്ന് പറഞ്ഞു. പക്ഷെ അതല്ല. ഈ എന്താണ് നമ്മുടെ ബോധവികാസം ഉണ്ടാകുമ്പം ആ വിവേചിച്ചറിയുന്ന ബുദ്ധിയുടെ ആ വിവേക ബുദ്ധി ഉയരുമ്പോൾ അതാണ് നിരീക്ഷിക്കുന്നത്. അപ്പോ അത് ഒരു സാധകനിൽ ഉണ്ടാകാം. ഒരു ധ്യാനാത്മക മനസ്സ് വാർത്തെടുത്ത് സൈലൻസിലോട്ട് പോകുമ്പം, ആ പാതയിൽ പോകുമ്പം അവിടെ എത്തിയില്ലെങ്കിലും അതായത് കണനിൽ എത്തിയില്ലെങ്കിലും ആ ബോധവികാസം ഉണ്ടാകുമ്പം ആ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നിരീക്ഷണം ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു സാധകനിൽ ഉണ്ടാകുന്നതാണ്. ആത്മാർത്ഥതയോട് അവൻ സാധന അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവൻ സെൻസ് ചെയ്യാൻ പറ്റും, അത് നിരീക്ഷണം ചെയ്യാനും പറ്റും. പിന്നെ നിരീക്ഷണത്താൽ നാം അവിടെ എത്തിച്ചേരുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ ടോക്കിന്റെ എസൻസ്. പിന്നെ ഒരു കാര്യയുടെ ഗുരുജി ഇന്നത്തെ രാവിലത്തെ ടോക്കിൽ പറഞ്ഞായിരുന്നു, നിരീക്ഷണം ചെയ്യുന്നവൻ ജാഗ്രത അവസ്ഥയിലായിരിക്കണം. അതായത് ആ മൈൻഡ് പാസ്റ്റിലോട്ടും പോകരുത്, ഫ്യൂച്ചറിലോട്ടും പോകരുത്. മൈൻഡ് ധ്യാനാത്മകമാക്കിയിട്ട് ഇൻ ദ നൗ, ഇപ്പോ ഓരോരോ നിമിഷം പോകുന്നത് നൗ നൗ നൗ, ഇപ്പോ പ്രസന്റ് ആണെന്നും പറഞ്ഞ് ആ പ്രസന്റിൽ നിന്ന് എപ്പോഴും ആ മനസ്സില് എന്താ വരുന്നത് ആ തലത്തിൽ നിൽക്കണം. അത് ചാലഞ്ചിങ് ടാസ്ക് ആണ്. പക്ഷെ അങ്ങനെ ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോയി നമ്മുടെ നിരീക്ഷണം ശരിക്കും നമ്മളെ ആ മൈൻഡിനെ എംപ്റ്റി ആക്കാൻ സഹായിക്കുന്നത്. ഇത്രയും പറഞ്ഞ് എല്ലാം ഗുരുജിക്ക് ഗുരുജിയുടെ കാൽക്കൽ സമർപ്പിച്ച് ഞാൻ നിർത്തുന്നു. ഹരിയോ. ഇപ്പൊ നമ്മൾ സാധകര് ശരിക്കും പറയാം നമ്മുടെ അസ്തിത്വത്തെ തിരിച്ചറിയാനാണല്ലോ യാത്ര ചെയ്യുന്നത്. അതായത് നമ്മുടെ ഉന്മയെ അന്വേഷിച്ചാണ് യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം ഈ സ്പിരിച്വൽ തിയറി ഒക്കെ പഠിക്കുമല്ലോ. സ്പിരിച്വൽ തിയറിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പൊ ആദ്യം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു നീണ്ട യാത്രയാണ് സാധകന്റെ എന്നുള്ളൊരു തോന്നാണ് നമുക്ക് വരുന്നത്. എത്രയോ ജന്മങ്ങൾ യാത്ര ചെയ്താണ് അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം എന്ത് പറ്റും, അതിന് വളരെ ശ്രമകരമായിട്ടുള്ളൊരു പരിശ്രമം ആവശ്യമാണ്. ഈ മനോഭാവം ഒരു സാധകനെ ശരിക്കും പറഞ്ഞാല് അസ്വസ്ഥനാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ലക്ഷ്യം കുറെ ദൂരെയാണ്, എത്തിപ്പെടാനുള്ള ലക്ഷ്യം വളരെ ദൂരെയാണ്, അതിന് പരിശ്രമം ആവശ്യമുണ്ട്. ഈ ജന്മത്തിൽ നടക്കില്ല, എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാലേ നടക്കുള്ളൂ എന്നെല്ലാം ഉള്ള ചിന്ത വരും. അപ്പൊ എന്ത് വരും, അപ്പൊ അതൊക്കെ ഈ സാധനാ ലോകത്തിൽ നിന്നും മാറാൻ ശ്രമിക്കും. എന്നാൽ മാറിയാലോ, അപ്പം ഇനി ഭൗതിക ലോകത്ത് പോകേണ്ടി വരും. അവിടെയാണെങ്കിൽ നമുക്ക് സമാധാനവും കിട്ടില്ല, അത് ഉറപ്പുണ്ട്. അപ്പൊ ഈ കൺഫ്യൂഷൻ എല്ലാവരിലും വരും, എല്ലാ സാധകരിലും വരുന്നതാണ്. അപ്പം അതെന്തുകൊണ്ടാണ്, സാധകൻ മനസ്സിന്റെ ഇന്റർപ്രിട്ടേഷനിൽ കൂടിയാണ് ഈ സാധന ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചിന്ത വരുന്നതും
അവന് ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യത ഉള്ളത് ഇതുകൊണ്ടാണ്. അപ്പം മനസ്സിന് എപ്പോഴും ഒരു സൊല്യൂഷൻ ആവശ്യമുണ്ട്. അതിനെന്തെങ്കിലും ഒരു ചിന്ത വരുമ്പോഴോ അതിന് പ്രശ്നം വരുമ്പോഴോ പെട്ടെന്ന് അതിന് സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? ആ മനസ്സ് അസ്വസ്ഥമാവുകയും അതിൽ എന്തോ ഇമോഷൻസ് കടന്നു വരും, വാസനകൾ വരും, അത് നമ്മളെ തളർത്തുകയും ചെയ്യും. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ പിടിക്കും. അപ്പോ നമ്മളിൽ എന്ത് നടക്കില്ല? നിരീക്ഷണം നടക്കില്ല. നമ്മൾ ഇങ്ങനെ ഭാവനകളിലേക്ക് പോകും, അല്ലെങ്കിൽ മനസ്സിന്റെ വാസനകളിൽ പിടിപെട്ടു പോകും. അതാണ് ബേസിക്കായിട്ട് ഒരു സാധനത്തിന് തടസ്സമായിട്ട് വരുന്നത്. ഇപ്പം എനിക്കുണ്ടായിരുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയാം. പ്ലസ് പോയിന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ അച്ഛൻ ആണ് നമ്മുടെ റോൾ മോഡൽ ആയിരുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒരു ഗുരുവിന് മുന്നിൽ പോകുമ്പോ നമ്മള് ഒന്നും ആവശ്യപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും ആവശ്യപ്പെടാൻ പാടില്ല. കാരണം ഗുരുവിന് അറിയാം നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ നമ്മള് വെറുതെ നിൽക്കുക, അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി വെറുതെ നിൽക്കുക എന്നുള്ള ഒരു പാഠമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ആലയിൽ സ്വാമിയുടെ അവിടെയാണല്ലോ ആദ്യം സ്കൂൾ ടൈം മുതലേ പോകുന്നത്. അപ്പൊ അവിടെ പോകുമ്പോഴെന്ത് ചെയ്യും? നമ്മള് മിണ്ടാതിരിക്കും. കാരണം അദ്ദേഹത്തിന് അറിയാലോ എന്താണ് എനിക്ക് വേണ്ടതെന്നുള്ളത്. ആ ഒരു മനോഭാവത്തിലാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. ആഗ്രഹങ്ങളില്ല. തുടക്കത്തിൽ പറഞ്ഞാൽ, ചുരുക്കത്തിൽ പറഞ്ഞാൽ ആഗ്രഹങ്ങളില്ലായിരുന്നു. ഇന്ന ലക്ഷ്യം നേടണമെന്നോ മോക്ഷം കിട്ടണമെന്നോ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഈ സ്പിരിച്വാലിറ്റിയോട് കടന്നു വരുന്നത്. അത് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചതായിരിക്കാം. അപ്പൊ ഒരു ദിവസം ആലയ സ്വാമി ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറയാണ്, സാറേ ഇത് പ്രതീക്ഷയില്ലാത്തതാണ്. എന്നെ ചൂണ്ടി കാണിച്ചിട്ട് പറയാണ്, ഇത് പ്രതീക്ഷയില്ലാത്തതാണ്. അപ്പൊ പെട്ടെന്ന് എനിക്ക് കത്തിയത് ഇതാണ്, ഞാൻ ഒരു ആഗ്രഹവും വെച്ചിട്ടില്ല, എനിക്ക് ലക്ഷ്യവും ഇല്ല എന്നുള്ള അദ്ദേഹത്തിന് എല്ലാം അറിയാം എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പം അതിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മനസ്ഥിതിയെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സംഭാഷണം അവിടെ അദ്ദേഹം പറഞ്ഞതാണ്. എൻ്റെ ഒരു കോൺഫിഡൻസ് ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ മനസ്സിലാക്കിയത്. എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിലല്ലേ അവിടെ ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ വരുള്ളൂ. ഇപ്പം പ്രതീക്ഷയില്ല, എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ അപ്പോഴ് എനിക്കുണ്ടായിരുന്ന ഒരു മനോഭാവം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഗുരുജി എപ്പോഴും പറയും, സത്യം നമ്മുടെ തൊട്ടടുത്താണെന്ന്. നമ്മുടെ മനസ്സിന്റെ ഇന്റർപ്രിട്ടേഷൻസിലൂടെ എന്താണ് ചെയ്യുമ്പോഴെന്ത് പറ്റും? പരിശീലിക്കുമ്പോൾ എന്ത് പറ്റും? പ്രശ്നങ്ങൾ വരും. നമ്മുടെ മനസ്സിന്റെ ഇന്റർപ്രിട്ടേഷൻസിലൂടെ സാധനം ചെയ്യുമ്പോൾ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നമുക്ക് അവിടെ ആ യഥാർത്ഥ അറിവ് ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ മനസ്സ് ഇന്റർപ്രിട്ടേഷൻസ് കുടുങ്ങിപ്പോകും. ശരിക്കും ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നത് ഒരിക്കലും നമ്മുടെ ലക്ഷ്യമല്ല. അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഇപ്പോ ഇവിടെ ഈ നിമിഷത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉണ്മയിലാണ് നിൽക്കുന്നത്. ഈ അവസ്ഥ നമ്മളിൽ സ്ഥിരമാകുമ്പോൾ മാത്രമാണ് എന്ത് പറ്റുന്നത്? നമുക്ക് അതിൽ നിലനിൽക്കാനും ഈ നിമിഷത്തിൽ നിലനിൽക്കാനും എല്ലാത്തിനും സാധിക്കുകയുള്ളൂ. അതിനുള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞ സാധന എന്ന് പറയുന്നത്. അല്ലാതെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളതല്ല സാധന. ഈ നിമിഷത്തിൽ നിലനിൽക്കാനുള്ള പ്രാക്ടീസാണ്. കാരണം ഈ നിമിഷത്തിലാണ് സത്യം ഉള്ളത്. അവിടെ ഒരു യാത്ര ഉണ്ട് എന്നൊരു സാധകൻ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഇവിടെ ഒരു ഭാവി വരും, ഭൂതകാലം വരും, ഇതെല്ലാം വരും. അപ്പൊ എന്ത് പറ്റും? നമുക്ക് ഈ നിമിഷത്തിലല്ല നിലനിൽക്കുന്നത്. ഒരിക്കലും ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. അവിടെ മനസ്സാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഒരിക്കലും നിരീക്ഷണവും സാധ്യമാവില്ല, സാക്ഷിയായിട്ടിരിക്കാനും പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സാധകൻ സാക്ഷിയായിട്ട് ഉയർന്ന ചിന്തയോടെ ആ ജ്ഞാനാത്മക മനസ്സിനെ വളർത്തിയെടുക്കുക എന്നത് മാത്രമാണ് അവൻ ചെയ്യേണ്ടത്. അതാണ് അവന്റെ ലക്ഷ്യം. അതായത്
ഈ നിമിഷത്തിൽ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മോക്ഷം എന്നുള്ളത്. അല്ലാതെ നമ്മൾ ഒരു യാത്രയിലും അല്ല, ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിച്ചാൽ അത് തന്നെയാണ് മോക്ഷം. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മാറി ഒരു ഫ്രീ ഫ്ലോ ആയിട്ട് നമുക്ക് അതിലോ അങ്ങനെ ഒഴുകി നിൽക്കാൻ സാധിക്കും. അതാണ് മോക്ഷം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. സാധാരണ നമ്മൾ ഗുരുവിൻ്റെ ഓരോ എഴുത്തുകൾ ഇപ്പം നമ്മൾ വായിക്കുമ്പോൾ ഓരോ വൃത്തത്തിലെ ശൂന്യത നമ്മൾ ഓരോ ദിവസം ഡിസ്കസ് ചെയ്യാൻ എടുക്കുമ്പം എനിക്ക് പലപ്പോഴും ഒരു ആവേശം തോന്നാറുണ്ട്. അത് പറയണം, ഇത് പറയണം, ആ പോയിന്റ്, ഈ പോയിന്റ്. ഇന്ന് ഈ ഒരു വിഷയം ആത്മസാക്ഷാത്കാരം എന്നൊരു ലക്ഷ്യം തന്നെ പാടില്ല എന്ന് കേട്ടപ്പോൾ നമ്മൾ ഇന്നൊന്ന് ചിന്തിച്ചു. അപ്പം പിന്നെ എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ വരെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. കാരണം ബാലു പറഞ്ഞു, ബാലുവിന് പ്രത്യേകിച്ച് അങ്ങനെ ആത്മീയവും ഭൗതികവുമായിട്ട് ഒന്നും അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. നമ്മൾ സത്യമാണ്, ആത്മീയമായിട്ട് ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ആത്മീയത എൻ്റെ ഒരു ലക്ഷ്യമേ അല്ലായിരുന്നു. ഞാനൊരു ദൈവത്തിൻ്റെയോ ഒരു ഗുരുക്കന്മാരുടെയോ ഒരു അമ്പലത്തിലോ ഒന്നും പോയ ആളല്ല. എന്നെ ഒരു 10-20 വയസ്സ് വരെ ഞാനൊരു അമ്പലത്തിൽ പോയതുപോലും എനിക്ക് ഓർമ്മയില്ല. അപ്പം എൻ്റെ ചിത്തവൃത്തികൾ മുഴുവനും ഭൗതിക നേട്ടങ്ങൾ തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇന്നും വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറയുന്നത് തെറ്റായിരിക്കും. അപ്പം അന്നും ഇന്നും സത്യം പറഞ്ഞ മുമുക്ഷത്വം എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മളിലും ഉണ്ടായിട്ടില്ല. അത് ഇപ്പോൾ ഒരു പരിധി വരെ നല്ലതാണോ എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആ ലക്ഷ്യത്തെ, ഇന്നതാണ് എൻ്റെ ലക്ഷ്യം, ആത്മസാക്ഷാത്കാരം ആണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞ് നമുക്ക് എന്തോ ഉയർന്ന അങ്ങനെ ഒരു ഇതിലെത്തണം, അങ്ങനെ ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. നമുക്ക് പിന്നെ ഉണ്ടായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലിൽ, നമ്മുടെ പ്രൊഫഷനിൽ അറിയപ്പെടണം. സാധാരണക്കാരനെ കണക്ക് 10 പേരെ അറിയണം, കുറച്ച് പൈസ ഉണ്ടാക്കണം, അങ്ങനെ സുന്ദരിമായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, ജീവിതം ആർമാദിക്കണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പം ഗുരുവിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഉള്ള പോസിറ്റീവ് സൈഡ് ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ കിടന്നതുകൊണ്ട് എനിക്ക് നല്ലവണ്ണം എൻ്റെ വൃത്തികേടുകളെ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റി. എനിക്ക് നല്ലവണ്ണം എനിക്ക് എന്നെ നിരീക്ഷിക്കുവാൻ പറ്റി. നിരീക്ഷിക്കാൻ വളരെയധികം എനിക്ക് ഉണ്ടായിരുന്നു. അത്രമാത്രം ചിത്തവൃത്തികൾ ഇങ്ങനെ കിടന്ന് കളിയാടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു പ്രയോജനമെന്ന് പറയുന്നത്, എനിക്ക് ഇത്രയും കൂടുതൽ ഞാൻ ജാഗ്രതയിലായിരിക്കണം. ഓരോ നിമിഷവും ഞാനൊരു ജാഗ്രതാവസ്ഥയിൽ ആയി നിൽക്കണം. എൻ്റെ ബോധതലം ഉയർന്നു വരണം. എങ്കിലേ എന്തോ ദർ ഇസ് സംതിങ് ബിയോണ്ട് മീ എന്ന് മനസ്സിലായി. ഇത് എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ബട്ട് നമ്മൾ ഓരോരുത്തരും അറിയുന്ന കണക്ക് ദർ ഇസ് സംതിങ് ബിയോണ്ട് മൈ സെൽഫ്. ഈ മനസ്സ് അല്ലെങ്കിൽ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ളതാണോ? എൻ്റെ ചിന്തകൾ എങ്ങനെ എൻ്റെ ഗുരു അറിയുന്നു? കാരണം എന്നിൽ നിന്ന് അന്യമായിട്ട് അദ്ദേഹം, ഞാൻ പറഞ്ഞിട്ടല്ല അറിയുന്നത്, സകലതും അദ്ദേഹത്തിന് അറിയാൻ പറ്റുന്നു. അതെങ്ങനെ അദ്ദേഹത്തിന് അറിയാൻ കഴിയുന്നു? അദ്ദേഹം എൻ്റെ മനസ്സ് എങ്ങനെ വായിക്കുന്നു? അപ്പോൾ ഇതെന്താണ്? ഒരു വ്യക്തിയിൽ നിലനിൽക്കുന്ന ഒരു സംഭവമാണോ? അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ തിരിച്ചറിയാനോ അല്ലെങ്കിൽ എത്താൻ പറ്റുന്ന ഒരു സംഭവമാണോ? അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുന്ന സംഭവമാണോ ഈ പറയുന്ന മുമുക്ഷത്വം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം?
അപ്പം അത് നമുക്ക് കൂടുതൽ, അപ്പം അവിടെ വിവേക ബുദ്ധി ഷാർപ്പൻഡായി പോവുകയാണ്. ആ ഷാർപ്പൻഡായി പോകുമ്പോൾ ഞാൻ തന്നെ അറിയാതെ പലപ്പോഴും ഒരു എനിക്ക് ആ നിമിഷങ്ങളിൽ നിൽക്കാൻ കഴിയുന്നുണ്ടോ? ആ നിമിഷങ്ങളിൽ നിൽക്കുന്നത് തന്നെയാണ്, നിമിഷങ്ങളിൽ നിൽക്കുന്നതുകൊണ്ട് വേറൊന്നും നേടിയെന്നല്ല. ആ നിമിഷത്തിലൊരാനന്ദമുണ്ട്, ഒരു ഉപാധികളും ഇല്ലാത്ത ഒരാനന്ദം, ഒരു ആഗ്രഹങ്ങളും ഇല്ലാത്ത ആനന്ദം, ഒരു ചിന്തകളും ഇല്ലാത്ത ആനന്ദം. അപ്പം നമുക്ക് ആ ഒരു അവസ്ഥയെ വിവരിക്കുവാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ നമുക്ക് ഗ്ലിംസസ് ആണ്. ഗ്ലിംസസ് എന്താണ്? ഈശ്വരൻ നമുക്ക് ഗുരുകൃപയാൽ നമ്മളിലേക്ക് എത്തുകയാണ്. ഇത് അപ്പം നമുക്കൊരു ഒരു ഗൈഡിങ് ലൈറ്റാണ് ഇതിലേക്ക് പോകുമ്പോൾ. അപ്പം ഞാനിങ്ങനെ യാദൃശ്യം ഇങ്ങനെ നോക്കിയപ്പം ഞാൻ വെറുതെ ഇത് എനിക്ക് ലിറ്ററേച്ചറിൽ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയപ്പം ഈ ഗൗഡപദാചാര്യർ അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ് ഇങ്ങനെ ഞാൻ കണ്ടു. ന നിരോധ ന ചോത്പത്തി ന ബന്ധോ ന ച ബാധകഃ ന സാധകഃ ന മുമുക്ഷോ ന വൈമുക്തഃ ഇതേഷ്യ പരമാത്മധ. അപ്പം അതായത് ഒരു ഉത്പത്തിയുമില്ല, ഒരു പ്രളയവുമില്ല, സൃഷ്ടിയുമില്ല, പ്രളയവുമില്ല, ബന്ധവുമില്ല, സാധകനുമില്ല, മുമുക്ഷത്വവുമില്ല, മോക്ഷവുമില്ല. ഇതാണ് പരമമായ അർത്ഥം. അപ്പം ഇത് അറിഞ്ഞവർ, ഈ യാത്രകളിൽ പോയ നമ്മളിൽ മുമ്പേ സഞ്ചരിച്ചു വരുന്ന പലരും ഈ പരമമായ സത്യത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തന്നെ ആണ് നമ്മുടെ ഗുരുദേവനും എഴുതിയിട്ടുണ്ട്. ഹേയോപാദേയത നസ്യ സ്വ ആത്മാവ സ്വപേകാശഃ ഇതി മത്വ നിവർത്തതഃ വൃത്തി ന വർത്തതേ പുനഃ. അതായത് ഈ ജീവൻ മുക്തന് അവന് തള്ളുവാനോ ഉൾക്കൊള്ളുവാനോ ഒന്നുമില്ല. അവന് യാതൊരു ഉപാധിയും അതിന് ആവശ്യമില്ല. ആ ആത്മാവ് സ്വയം പ്രകാശിതമാകുന്നതാണ്. സ്വയം പ്രകാശിതമാവുന്ന ആത്മാവിൽ നിന്ന് സകല വൃത്തികളും പ്രകൃതിയ അവരിൽ നിന്ന് പിന്മാറുന്നു. അപ്പം അതായിരിക്കണം നമുക്ക് തള്ളുവാനോ കൊള്ളുവാനോ ഒന്നുമില്ലാതെ സ്വയം പ്രകാശിക്കുന്ന ആ ആത്മ ചൈതന്യത്തിലേക്ക് ഗുരുകൃപയാൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയട്ടെ. ഹരി ഓം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മള് ആത്മസാക്ഷാത്കാരത്തെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടല്ല ഗുരുജിയുടെ അടുത്തേക്ക് എത്തിയതും, അല്ലെ അതിനു മുമ്പ് ആത്മീയതയെ പോലും എന്താണെന്ന് മനസ്സിലാക്കാതാണ് ക്ഷേത്ര സങ്കല്പത്തിലൊക്കെ നിന്നുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എപ്പോഴാണ് ഗുരുജിയുടെ അടുക്കലേക്ക് വന്നപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആദ്യം അവതരിപ്പിച്ചത് ഗുരുജിക്ക്. ഗുരുജിയിൽ എൻ്റെ വ്യക്തിത്വം സമ്പുഷ്ടീകരിച്ച് കിട്ടണം, അങ്ങനെ അന്നത്തെ ഒരു ചെറുപ്പക്കാര് എങ്ങനെയാണ് സമൂഹത്തിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ആയിരിക്കും സംസാരിച്ചിരുന്നത്. എന്നാൽ എപ്പോഴോ ഗുരുജി അതിനെ ഒന്നും ആൻസർ ചെയ്തില്ല. എങ്ങനെ ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊന്നും അല്ല പറഞ്ഞു തന്നെ. അല്ലെങ്കിൽ ഇങ്ങനൊരു സ്വഭാവമുണ്ട്, അല്ല അതിനെ എങ്ങനെ മാറ്റണം ഒന്നും പറഞ്ഞില്ല. ക്രമേണ ഗുരുജി പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് കാവി ഇട്ടവരെയും സന്യാസിമാരും ഒക്കെ ജീവിത നൈരാശ്യം വന്നിട്ട് അവസാനം എത്തിച്ചേർന്നതാണെന്നുള്ള ഒരു ആരോ പറഞ്ഞു തന്ന ധാരണയോ ആ ഒരു ഇതിലായിരുന്നു നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പം
എന്നെ ഗുരുജിയുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം ഒരു പയ്യൻ, ഗുരുജിയുടെ റിക്വസ്റ്റ് എന്ന് തന്നെ പറയുന്നു, ആ പയ്യൻ ഇങ്ങനെ വന്ന് നമ്മളെ നിങ്ങൾക്ക് പറ്റിയ ഒരാളെ, അപ്പൊ എന്റെ ഭക്തിഭാവമൊക്കെ കണ്ടിട്ട് ആ പയ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അന്നേരം നമ്മൾ ആദ്യമേ എടുത്ത് അദ്ദേഹത്തോട് പറഞ്ഞതിന് എനിക്ക് കാവ്യയിട്ടേ സന്യാസിമാരെ ഒന്നും കാണണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷെ ക്രമേണ എന്റെ നമ്പര് ഗുരുജിയെ അവൻ കൊടുക്കുകയും ഗുരുജി എന്നെ വിളിക്കുകയും, അങ്ങനെ ആദ്യം 2-3 കോളുകളിലൂടെയാണ് വിളിച്ച് ഒരു പ്രത്യേക ടൈമിൽ ഗുരുജി എനിക്ക് മിസ് കോൾ അടിക്കും. അപ്പൊ ഒരു ദിവസം ഞാൻ ആ മിസ് കോൾ ഇങ്ങനെ എന്ത് ചെയ്തു, പ്രസ് ചെയ്ത് വെച്ചോണ്ടിരുന്നു. എന്നിട്ട് ഇത് ഇന്ന ആള് ശ്യാം പറഞ്ഞ വ്യക്തിയല്ലേ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ ഗുരുജി എന്നോട് ചോദിച്ചു, ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഗുരുജി അന്ന് ബാലഗോകുലത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ RSSകാരനാക്കാനായിരിക്കും, എന്തായാലും കാണുക തന്നെ. അപ്പൊ നമ്മള് അറിയുന്നില്ല ഇദ്ദേഹം എന്റെ ഗുരുവാണ് അല്ലെങ്കിൽ എന്നുള്ള വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ കണ്ടപ്പോഴാണ് നിന്നെ ഉദ്ധരിക്കാൻ വന്ന ആളാണെന്ന എന്റെ ചെവിയിൽ ആദ്യമേ മറിച്ചത്. അപ്പൊ ഈ സമയത്തൊക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു വന്നേ ഉള്ളൂ, വന്ന ഗുരുജിയോട് സംസാരിച്ച് തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ എന്നില് ശരിക്കും പറഞ്ഞാല് എന്റെ ആശയങ്ങളിൽ നിന്ന്, എന്റെ മാനസികാവസ്ഥയിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യമായിരുന്നു കിട്ടിയത്. അപ്പോൾ എനിക്ക് ഗുരുജിയിൽ ആദ്യം ഫീൽ ചെയ്തത് സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതിങ്ങനെ മുൻനിർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ആചാരങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി, ഞാൻ കണ്ടെത്തിയ സത്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി. അപ്പൊ ഓരോന്നും അങ്ങനെ പടിപടിയായിട്ടാണ് ഞാൻ അങ്ങനെ പോയത്. അതുകൊണ്ട് ഈ വൈകാരിക ഭാവങ്ങൾ വന്നാലും എന്തെല്ലാം വന്നെന്ന് പറഞ്ഞാലും ആ സ്വതന്ത്ര ചിന്ത ഇപ്പോഴും എന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ സ്വതന്ത്രനായിട്ട് നിൽക്കുന്നു എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ ഒരു സാധകൻ എന്റെ വീട് കാണുമ്പോൾ ശരിക്കും സ്വാതന്ത്ര്യം, അവന് മനസ്സിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടണം, അവന്റെ ആ പറഞ്ഞ ബുദ്ധിയിൽ നിന്നോ അതിനപ്പുറമുള്ള ചിത്രത്തിൽ അവൻ കൊടുത്ത ഇൻഫർമേഷൻസിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടണം. അങ്ങനെ പടിപടിയായിട്ട് അവൻ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞ ഗോളിനേക്കാൾ അപ്പുറം നമ്മുടെ സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് നമ്മുടെ ലൈഫ് ലീഡ് ചെയ്ത് സാധിക്കും. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമുക്ക് മറ്റൊരാൾക്ക് നമ്മുടെ ഈ അറിവുകൾ പകർന്നു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഗുരുജി ഒരു വട്ടം ഒരു ആനുവൽ ഡേക്ക് റൈറ്റപ്പ് തയ്യാറാക്കാൻ പറയും. അപ്പൊ ഞാൻ മോക്ഷത്തെ പറ്റി എഴുതി ഇങ്ങനെയാണ്, അടുത്ത തലമുറയ്ക്ക് നമ്മൾ ഇത് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ മോക്ഷം. അല്ലാതെ നമ്മളിൽ ആ അറിവ് നിലനിന്ന് അവസാനം ചത്തൊടുങ്ങുന്ന അവസ്ഥയാകരുത് എന്നുള്ളത് ഇത് വെച്ചിട്ടാണ് നമ്മൾ. കാരണം ഗുരുജി ഇതല്ലേ ചെയ്യുന്നത്, ഗുരുജി ഓരോരുത്തരും പരിവർത്തനങ്ങൾ മാറ്റിക്കൊണ്ട് പോകുന്നു. അപ്പൊ ഇതാണ് എന്നിൽ ആ ഫീൽ ചെയ്ത കാര്യം. അപ്പൊ മോക്ഷത്തെ പറ്റി വലിയ കാഴ്ചപ്പാടൊന്നും ഞാൻ ഇന്നും കൊടുത്തിട്ടുമില്ല. പിന്നെ എന്റെ ഒരു പ്രത്യേകത, ഇപ്പം ബാലുജി അത് പറഞ്ഞപ്പോ ഞാൻ ഒന്നുകൂടെ റീകളക്ട് ചെയ്ത് പറയണം. ഈ ചെറുപ്പത്തിലെ ബുദ്ധന്റെ ഒരു വേർഡിങ് ഉണ്ട്, ആശയാണ് എല്ലാ ദുഃഖത്തിനും കാരണം. ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ ദുഃഖങ്ങൾ ഉണ്ടാവില്ല. ഇത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു ചെറുപ്പത്തിലെ തന്നെ. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്തു, നമ്മൾ ഇപ്പോഴും അങ്ങനെയാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ ആവണം, ഇങ്ങനെ ഈശ്വരനാക്കി അതങ്ങ് പോവുക. ഗുരുജിയുടെ ഒരു ചിന്ത എപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. രാജാവാകാൻ ആഗ്രഹിച്ചു, പക്ഷെ ആയത് മരം വെട്ടി. എന്നാ പിന്നെ നല്ല മരം വെട്ടി ആയിക്കൂടെ? ഈ ചിന്തയൊക്കെയാണ് ചില സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ഓരോന്നും ഫേസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഒന്ന് ഡൗൺ ആയാല് ഈ ചിന്തകളെ വളരെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അതാണ് ആഗ്രഹങ്ങള് ഇല്ലാതാക്കുക. ആഗ്രഹങ്ങളിൽ പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ പ്രശ്നത്തിന് നടുവിൽ പെടുന്നത്. ഈ മോക്ഷത്തിൽ പോലും ആഗ്രഹം വെച്ചുകൂടാന്ന് ഗുരുജി പറയുന്നു. അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അന്യമായി തീരുന്ന ഒരു അവസ്ഥയാണ് വരുന്നതെന്ന് ഗുരുജി ഈ വേർഡിങ്സിനകത്തൂടെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെയും ബാലുജിയിലേക്ക് എത്തുകയാണ്. അപ്പൊ ഒരു വട്ടം ഗുരുജി ഇവിടുന്ന് ചെങ്ങന്നൂര് വിട്ടുപോവുകയാണ്. ചെങ്ങന്നൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പറിച്ചു നടുകയാണ് ഗുരുജി. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സിറ്റുവേഷൻസ്, കാര്യം എനിക്ക് എന്റേതായ ഒരു ചെറിയ ലോകമേ ഉള്ളായിരുന്നു. ഞാൻ ഗുരുജിയെ കണ്ടതിന് ശേഷമാണ് ഈ ലോകത്തെ ശരിക്കും കാണുന്നത്. കാരണം വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തോട്ടൊന്നും സഞ്ചരിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ കാരണം ഞാൻ തന്നെ എന്നിൽ തന്നെ ഒതുങ്ങിക്കൂടിയ ആ സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പോയപ്പോ ഇനി എങ്ങനെ കാണാൻ സാധിക്കും, ഇങ്ങനെയാണ്. അപ്പൊ എന്നാ പിന്നെ ചെന്നങ്ങ് ചോദിച്ചേക്കാം, എനിക്ക് എന്തെങ്കിലും മന്ത്രം പറഞ്ഞു തരുമെന്ന്.
അപ്പൊ ഈ ലക്ഷ്യമാക്കി രാവിലെ വെളുപ്പിന്റെ 3 മണിക്ക് കുളിച്ച് അമ്പലത്തിൽ പോവാണ്. അപ്പോള് ഞാൻ ഇതിങ്ങനെ ഇന്ന് എന്തായാലും ചോദിച്ചേ പറ്റുള്ളൂ, ഇനി അധിക ദിവസങ്ങളില്ല. അപ്പം ചോദിച്ച് അത് മേടിച്ചു കഴിഞ്ഞ പിന്നെ ഗുരുജിയെ കണ്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ എന്റെ ചെവിയില് ഒരു പെട്ടെന്ന് ചെവി കൊട്ടിയടച്ച് ഒരാളെ സംസാരിക്കുകയാണ്, നീ ചോദിക്കുന്ന മന്ത്രദീക്ഷയാണ്, തെറ്റാണ്. ഞാൻ നടുങ്ങിപ്പോയി. എന്റെ സമീപ പ്രദേശങ്ങൾ ആരും ഇല്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കുറെ ചില ഇൻഫർമേഷൻസ്. ഇപ്പം ഒരു വട്ടം നമ്മുടെ ശിവപ്രസാദ്ജി ആത്മഹത്യയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയാം, ശിവപ്രസാദ്ജിയെ വിളിക്കൂ. ചില സമയത്ത് എന്നിലൂടെ എന്ത് ചെയ്യുന്നു, അത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാല് ഇതൊന്നും അല്ല, നമ്മൾ ഒന്നും ചോദിച്ചു വാങ്ങേണ്ടതല്ല, എല്ലാം അറിഞ്ഞ് തരേണ്ടതാണെന്നുള്ള ചിന്താഗതി അന്നുണ്ടായി. പിന്നെ നമ്മൾ ഒരിക്കലും ആ ആഗ്രഹം മുൻനിർത്തി ഗുരുജിയിലൊക്കെ പോയിട്ടില്ല. പിന്നെ നമുക്ക് സാധനാദീക്ഷ തന്നു, അത് നമ്മുടെ അനുഗ്രഹം എന്നുള്ള ചിന്താഗതിയാണ്. അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ ഈ വിഷയം വിട്ടൊക്കെ പോയോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും നമ്മള് സംസാരിച്ചതെന്ന് വെച്ചാൽ ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ സാധകന്റെ ലക്ഷ്യം ആഗ്രഹമില്ലായ്മയിലൂടെ അവൻ നിത്യാനിത്യ സത്യത്തെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ പാതയിലൂടെ ചരിക്കുമ്പോൾ യഥാർത്ഥത്തില് നമ്മളിൽ തെളിഞ്ഞു വരുന്ന ആ ഗുരുസ്വരൂപത്തിന്റെ നേർക്കാഴ്ച തന്നെയാണ്. അപ്പോഴാണ് നമ്മുടെ കണ്ണാടിയായിട്ട് ഗുരുവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ആത്മാവും ഗുരുവും രണ്ടല്ല. ആത്മാവിനെ കണക്ട് ചെയ്യുന്ന ഗുരുവിനെ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള ആ ഒരു ആഗ്രഹം മാത്രം നിലനിർത്തിയാൽ മതി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഹരി ഓം. ഹരി ഓം. ഇവിടെ ബാലുജിയും ശരത്ജിയും നന്ദൻജിയും ഒക്കെ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. അതുകൊണ്ട് ഞാന് എനിക്കുണ്ടായ ചെറിയ ചില അനുഭവങ്ങൾ പറയാം. അതിന് മുമ്പായിട്ട് ഇതിലിപ്പം മോക്ഷം എന്നുള്ള ആ ഒരു പോയിന്റിലാണ് ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യത ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ തന്നെ പറയുന്നുണ്ട്, ആത്മാവാണ് ഞാൻ എന്ന ബോധം ഉള്ളിലുണ്ട്. നമ്മളത് അനുഭവിച്ചറിയുന്നതാണ് ആ മോക്ഷാവസ്ഥ എന്ന് ഗുരുജിയിൽ ഇന്നത്തെ ഇതില് കാണുന്നുണ്ട്. ആത്മാവിന് ബന്ധനങ്ങളൊന്നുമില്ല. കഴിഞ്ഞ പിന്നെ വൃത്തത്തിലെ ശൂന്യതയിൽ ആ സത്തയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഗുരുജി ഒരു തവണ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ സാക്ഷിഭാവത്തിൽ നിൽക്കണം എന്ന് പറയുമ്പോൾ ആ സാക്ഷിക്കും സാക്ഷിയായിട്ട് ഒരു സാക്ഷിയുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റാത്തതാണ്. അപ്പൊ ആ തലത്തിലേക്ക് എത്തിച്ചേരുക, അല്ലെങ്കിൽ ആ ബോധലയനം പറയാറുണ്ടല്ലോ, നമ്മുടെ ആ ബോധവും സത്തയും ആയിട്ട് ലയിക്കുന്ന ഒരവസ്ഥ. അപ്പോ ഇതിനെക്കുറിച്ച് എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ പറയാം. അതായത് ഞാനും ഈ പറഞ്ഞതുപോലെ ഭൗതിക ലോകത്ത് സാധാരണ ഒരു മനുഷ്യനായിട്ട് ആഗ്രഹങ്ങളും ഒരു അങ്ങനെയൊക്കെ ജീവിച്ചു വന്നതായിരുന്നു. ആകസ്മികമായിട്ടാണ് ഭഗവത്ഗീത ആദ്യമായിട്ട് ഒരു 32 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് അത് ആകസ്മികമായിട്ട് വായിച്ചാണ്. അപ്പൊ 2-ാം അധ്യായം വായിച്ചു കഴിയുമ്പോഴേക്കും ഒരു വല്ലാത്തൊരു ഫീലിംഗ്. കാരണം അതുവരെ കേൾക്കാത്തതും അതുവരെ അറിയാത്തതും. അതായത് അതിൽ പറയുന്നുണ്ടല്ലോ 2-ാമത്തെ അധ്യായത്തിലെ ആത്മാവാണ്, ശരീരമല്ല, ബോധമല്ല അർജുനനോട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? ഒരു വല്ലാത്തൊരു ഉൾവിളി. പക്ഷെ എനിക്കൊരു നിസ്സഹായ അവസ്ഥ. അന്നേരം ഒരു ഗുരുജിയോ ഒരു ഗുരുവോ ആരോടെങ്കിലും കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാന് തുടർന്ന് വായിച്ച മിക്കവാറും ഞാൻ ഇതെല്ലാം കളഞ്ഞിട്ട്, കാരണം അത്രയും അത് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ബോധപൂർവം അത് ആ 2-ാം അധ്യായം കഴിഞ്ഞ അടച്ചു വെച്ചിട്ട്, കാരണം അന്നേരം ഞാൻ ഗൃഹസ്ഥ ജീവിതമായിരുന്നു, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. അപ്പൊ ആ ഉത്തരവാദികളൊക്കെ നിറവേറ്റുന്നത് കൊണ്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഒരുപക്ഷെ അതെനിക്ക് ആദ്യം തന്നെ ഒരു ഗൈഡൻസ് വല്ല ആയിരിക്കും, ഒരു സൂചന ആയിരിക്കാം. പിന്നെ നമ്മള് വായിക്കുന്നത്
യോഗാനന്ദ പരമഹംസരുടെ ആത്മകഥ, അങ്ങനെയുള്ള അതുപോലെ നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം, അങ്ങനെയൊക്കെയുള്ളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ പറയാ, ആ ഒരു ഉയർന്ന ഒരു അവസ്ഥ, ബോധാവസ്ഥ, അല്ലെങ്കിൽ ഈ എല്ലാം ടോട്ടൽ ഒരു ഡിറ്റാച്ച്ഡ് സ്റ്റേജ്, ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക. കാരണം ആ ഗുരുക്കന്മാരെല്ലാം അവരുടെ അനുഭവങ്ങൾ പറയുകയാണല്ലോ. അതുപോലെ തന്നെ അന്നത്തെ ഒരു സത്സംഗത്തിലെ ആ അശ്വതി തിരുനാൾ എന്ന് പറയുന്ന സ്വാമിയുടെ ഗുരുവിന്റെ ഒരു സത്സംഗത്തിൽ ബാലുജിയാണ് അത് ചെയ്തത്. ആ സത്സംഗത്തിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ സത്യാനന്ദ സരസ്വതിയുടെ, അദ്ദേഹത്തിന് ഇതുപോലെ ഹിമാലയത്തിൽ പോകണമെന്ന് ആഗ്രഹം. പക്ഷെ നീലകണ്ഠ തീർത്ഥപാദർ അദ്ദേഹത്തെ വിളിപ്പിച്ചു, നീ അങ്ങോട്ടൊന്നും പോകണ്ടെന്ന്. അപ്പൊ അദ്ദേഹം അത് പറയുന്നുണ്ട്, അതെങ്ങനെ ഈ ഗുരുവിന് മനസ്സിലായി? കാരണം ആ ലെവലില് എത്തിക്കഴിഞ്ഞവർക്ക് നമുക്ക് അവർക്കത് വളരെ ലളിതമായ കാര്യമായിരിക്കും. പക്ഷെ എന്നെ പോലെയുള്ള, അതായത് താഴെ നമ്മളിപ്പോ മനസ്സിന്റെ ലെവലിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നിർവചിക്കാനോ അല്ലെങ്കിൽ വിവരിക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു തലങ്ങൾ ഉയർന്നു പോകുമ്പോൾ ഈ മനസ്സിന് നിർവചിക്കാൻ കഴിയാത്ത ഒരു തലത്തിലേക്ക് ഇതിങ്ങനെ ഉയർന്നു പോകുന്നുണ്ട്. പിന്നെ ഗുരുജിയെ ഞാൻ ആദ്യമായിട്ട് ഫോണിലൂടെ, ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെടുന്നത്. അപ്പൊ ആദ്യം ഗുരുജി തന്ന ആ മെസ്സേജ് മെസ്സഞ്ചറിലൂടെ എനിക്ക് അയച്ചു തന്നത് നിർവാണ ഷടകമായിരുന്നു, നിർവാണ അഷ്ടകം, ശങ്കരാചാര്യരുടെ. അതൊക്കെ വായിക്കുമ്പോഴ് അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല, എന്താണ് ഒരവസ്ഥ. അപ്പൊ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ഈ ബോധതലങ്ങളിൽ അതിനപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട് സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇന്നിപ്പം ഗുരുജി പറഞ്ഞിരിക്കുന്നത് ആ മനസ്സിൽ നിന്നുള്ള മോചനം, അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് വരുന്ന ആ ധാരണകളുടെ ആഗ്രഹങ്ങളെയൊക്കെ മാറ്റി കൊണ്ട് നമുക്ക് ആ ഇതിലേക്ക് എത്തിച്ചേരാം. മോക്ഷം എന്നുള്ള വാക്ക് തന്നെ പല അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ബോധപ്രാപ്തി. ശ്രീബുദ്ധനൊക്കെ ബോധപ്രാപ്തി നേടിയതാണ്. ആ അതീന്ദ്രിയ തലത്തിലേക്ക് പോയ ഒരുപാട് മഹാന്മാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഗുരുജി തന്നെ നമ്മുടെ ഉദാഹരണമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഈ നിമിഷത്തിൽ നിന്നുകൊണ്ട് ആ മനസ്സിലെ ഒട്ടലില്ലാതെ നിർത്തി ആ ഒരു മോക്ഷപ്രാപ്തി, അല്ലെങ്കിൽ ജീവൻ മുക്തനോ എന്താണ് ആ വാക്കെന്നറിയില്ല. അപ്പൊ ആ സ്ഥലത്തിൽ എത്താം. ഈ നിമിഷത്തിൽ നിൽക്കാൻ തന്നെ ഗുരുജി പറയുന്നത്, ആ നിമിഷത്തിൽ നിന്ന് ആ മനസ്സിനെ നിശ്ചലമാക്കി ആ ചലനരഹിതമാകുമ്പോഴാണ് ഗുരു പോലും നിശബ്ദനായി ആ സത്തയോട് ചേരുന്നത് എന്ന് പറയുന്നത്. ആ ഒരു സംയോജനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ നമ്മള് മനസ്സിലെ ചിന്തകളെ നിരീക്ഷിക്കണം എന്നാണ് ആദ്യം പറഞ്ഞത്. ഇന്ന് അത് ചിന്തകൾ മാത്രമല്ല, ആഗ്രഹങ്ങള്, അതുപോലെ ധാരണകള് ഒന്നും പാടില്ല. അപ്പൊ മനസ്സിനെ ടോട്ടലി ഒരു ഇനാക്റ്റീവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ആക്റ്റീവ് അല്ലാത്ത സ്റ്റേജിൽ ഒരു സാക്ഷി അഭാവത്തിൽ മനസ്സിനെ തന്നെ ഒരു സാക്ഷിയാക്കി നിർത്തുന്ന രീതിയിൽ അതില് മനസ്സിലേക്ക് കടന്നു വരുന്നതൊക്കെ ഒട്ടലില്ലാതെ അങ്ങ് ഒഴുകി പോകുന്ന തരത്തിലേക്ക് ആ മനസ്സിനെ നിർത്തിക്കുവാനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ഈ പ്രസന്റ് മൊമെന്റിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ പ്രസന്റ് മൊമെന്റിൽ നിൽക്കുമ്പോഴും അതിനപ്പുറത്തൊരു തലത്തിലേക്ക് എത്തും. അതായത് അതാണല്ലോ നമ്മുടെ ഗുരുജി എന്റെ തന്നെ ഉദാഹരണം. ഗുരുജി ഈ വൃത്തത്തിലെ ശൂന്യതയിലൂടെ ഒക്കെ പറയുന്നത്, നിങ്ങളിപ്പൊ നിൽക്കുന്ന തലത്തിൽ നിന്ന് നിങ്ങളെ ഉയർന്ന ബോധതലത്തിലേക്ക് എത്തണം. ആ ഉയർന്ന അവബോധത്തിൽ എത്തുമ്പോൾ നിരീക്ഷണം സാധ്യമാകും. അപ്പൊ അങ്ങനെ നിരീക്ഷിക്കാൻ വിവേക ബുദ്ധി ഉയരും. മനസ്സിന്റെ തലത്തിൽ നിന്ന് കഴിക്കുമ്പോൾ നമ്മളെപ്പോഴും നമുക്കറിയാം, ഒരു ചിന്തകൾ വരും, ആഗ്രഹങ്ങൾ വരും. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ പല കർമ്മങ്ങൾ ചെയ്യും. ആ കർമ്മങ്ങൾ ശരിയായ കർമ്മങ്ങളാവണമെന്നില്ല. അപ്പൊ കർമ്മ ബന്ധത്തിൽപ്പെടും. അപ്പൊ ബന്ധനങ്ങൾ ഇല്ലാതെ നോക്കുക എന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് ഏതെല്ലാം ബന്ധനങ്ങളിലാണ് നമ്മൾ കുടുങ്ങിയിരിക്കുന്നതെന്ന്
ഓരോ സാധകനും സ്വയം തിരിച്ചറിയേണ്ടതാണ്. മനസ്സറിയാതെ നമ്മളെ എവിടെയൊക്കെയോ കെട്ടിയിട്ടിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ തോന്നലുകളും നമ്മുടെ ഈ ആശയങ്ങളും ഒക്കെ നമ്മളെ എവിടെയൊക്കെയോ കെട്ടിയിട്ടുണ്ട്. അപ്പൊ ആ കെട്ടുകളൊക്കെ അഴിക്കുക എന്നുള്ളതാണ് ഇന്ന് സ്വയം നമ്മൾ വിശകലനം ചെയ്ത് ഈ ബന്ധനങ്ങളിൽ നിന്ന് മോചനം ചെയ്യാം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് കാണുന്നു. കാരണം അതിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആത്മാവിന് ബന്ധനങ്ങളില്ല, പക്ഷെ മനസ്സ് ബന്ധനങ്ങളിൽ പെടുന്നു. അപ്പൊ നമ്മൾ എന്തിനോടെങ്കിലും ബന്ധനം കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിന്റെ തലത്തിൽ തന്നെയാണ്. നമ്മളിപ്പോഴും മനസ്സിന്റെ തലത്തിൽ തന്നെയാണ്. ഈ നിമിഷത്തിൽ നിന്നത് കൊണ്ട് അതൊരു തുടർ പ്രക്രിയയാണ്. ആ നിമിഷത്തിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ആ പ്രസന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്, നേരത്തെ സ്വാമിയമ്മ പറഞ്ഞതുപോലെ. അപ്പൊ അതൊരു തുടർ പ്രക്രിയയായിട്ട് കൊണ്ടുപോകുമ്പോൾ ആ ബോധതലം അത് കൂടുതൽ ഉയർന്നു വന്ന് ആ അവയർനെസ്, വിവേക ബുദ്ധി ഇതെല്ലാം ഉയർന്ന് ആ ഒരു നമ്മൾക്ക് വിവരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മനസ്സിനെ അടിമപ്പെടാതെ മനസ്സിൽ നിന്ന് ആദ്യം സ്വതന്ത്രമാവുക. മനസ്സിൽ നിന്ന് സ്വതന്ത്രമാകുമ്പോൾ പിന്നെയുള്ളത് ഈ ആത്മബോധമാണ്, ആത്മാവ്. ഞാൻ ആത്മാവാണെന്ന് നമ്മൾ പറയുന്നതെങ്കിലും അത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മൗനത്തിൽ ഇരിക്കുകയുള്ളൂ. പക്ഷേ ആ ബോധ്യപ്പെടണമെങ്കിൽ ഉള്ള ഒരു സാധനയാണ് ഈ നിമിഷത്തിൽ നിൽക്കുക. അതൊരു മന്ത്രമായിട്ട് നമുക്ക് എടുക്കാമെന്ന് തോന്നുന്നു. അതായത് ഈ നിമിഷത്തിൽ നിലനിൽക്കുക, മനസ്സിനെ ശൂന്യമാക്കി നിലനിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ബോധതലം ഉയർന്ന് അത് പിന്നെ എത്ര കാലം വേണ്ടിവരും എന്നൊക്കെ ഓരോ സാധകനെ ആശ്രയിച്ചിരിക്കും. എന്തായാലും ഗുരുജി നമ്മുടെ മുമ്പിൽ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും. ഒരു ജീവൻ മുക്തൻ, അല്ലെങ്കിൽ ഒരു മോക്ഷം നേടിയ മോക്ഷപ്രാപ്തൻ, അല്ലെങ്കിൽ എന്താ പറയാതെ പല പേരുകളിലും പല ഇതും പറയാം നമുക്ക്. പിന്നെ ഗുരുജി പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിവിധ ധാരകളുണ്ട്, പല വഴികളുണ്ട് ഒരേ ലക്ഷ്യത്തിലേക്ക് എത്താൻ. അപ്പൊ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മനസ്സിൽ നിന്ന് സ്വതന്ത്രമാവുക. മനസ്സിൽ നിന്ന് സ്വതന്ത്രമാകുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തില് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ നിമിഷം ഒരു ദിവസം എത്ര സമയം നമുക്ക് ഈ നിമിഷത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഓരോ സാധകരും ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത്. കൂടുതൽ സമയവും ഈ നിമിഷത്തിൽ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ മനസ്സിന്റെ ആ താഴ്ന്ന തലത്തിലാണുള്ളത്. അപ്പൊ അത് കൂട്ടി കൊണ്ടുവന്ന് സദാ ആ നിമിഷത്തിൽ നിൽക്കുന്ന ആ ധ്യാനാത്മകതയിൽ നിൽക്കുമ്പോൾ ആണ് ഈ വിവേക ബുദ്ധി ഉയരുന്നതും ആ ബോധത വികാസം ഉണ്ടാകുന്നതും ആ പരമമായ സത്തയിലേക്ക് ലയിച്ച് ആ ആത്മാവായി നിൽക്കുക, ബന്ധനങ്ങളൊന്നുമില്ലാത്ത ഒരു അവസ്ഥ വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോ ഗുരുജി ഇപ്പോഴും ആ എന്താണോ ഏത് തലത്തിലാണോ എത്തേണ്ടത് ഗുരുജി ആ തലത്തിൽ എത്തിക്കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും ഗുരുജി സാധകരെ ഇങ്ങനെ കൈപിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പാതയിൽ, അതായത് ആ പാത അതായത് ഈ നിമിഷം എന്ന് പറയുന്നത് പറയുമെങ്കിലും അവിടെ നമ്മൾ ആ നിമിഷം ഈ നിമിഷം അങ്ങനെ അത് തുടർന്നു പോകുന്നുണ്ട്. അപ്പൊ ആ പ്രസന്റ് മൊമെന്റില് ഇങ്ങനെ നമ്മളൊരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസന്റ് മൊമെന്റ് എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നില്ല. ആ പ്രസന്റ് മൊമെന്റിലൂടെ പോകുമ്പോൾ അതൊരു യാത്ര തന്നെയാണ്. അപ്പൊ അവിടെ ഗുരുജി ഈ വൃത്തത്തിലെ ശൂന്യതയെ വായിക്കുമ്പോൾ നമ്മൾ ഇനി എത്ര ദൂരം എന്നുള്ളത് ഞാൻ ഇവിടെ ആലങ്കാരികമായിട്ട് പറയാണ്, കാരണം ആന്തരിക യാത്രയാണ്, അവിടെ ദൂരമല്ല. പക്ഷെ നമ്മളെ മനസ്സിന്റെ ആ ഒരു കെട്ടുകളിൽ നിന്ന് നമ്മൾ എത്രമാത്രം നമുക്ക് ആ കെട്ടുകൾ ഇങ്ങനെ ഓരോന്നായി അഴിഞ്ഞ് ആ ബന്ധനങ്ങളെല്ലാം നീങ്ങുന്ന ആ ഒരു അവസ്ഥ വരെ എത്തണമെങ്കിൽ നമ്മൾ ചിലപ്പോഴേ ജന്മങ്ങൾ വേണ്ടി വരും. അപ്പൊ ഈ വൃത്തത്തിലെ ശൂന്യത ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇനി ഒരുപാട് ദൂരം
സഞ്ചരിക്കണം. ഞാൻ വീണ്ടും പറയാണ്, ദൂരം എന്നുള്ളത് ആ ആന്തരിക യാത്രയിൽ നമ്മളെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ അത് ഈ പുസ്തകത്തിലെ ശൂന്യത വായിക്കുമ്പോൾ നമ്മൾ ഇനിയും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മുന്നോട്ട് പോകുവാനുണ്ട്. അതിന് ഈ ഗുരുജിയുടെ കൃതികളെല്ലാം വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. അപ്പോ ഇനിയും ഈ വൃത്തത്തിലെ ശൂന്യതയും അതുപോലെ മറ്റുള്ള രചനകളും ഒക്കെ മനനം ചെയ്യാനുള്ള ഒരു ഗുരു കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോ. ഹരിയോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനോ ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്കും ഈ ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് ഇത് ഇപ്പം ഗിരിജൻ സാറും ഓരോരുത്തരും നമ്മൾ പറയുന്ന കണക്ക് നമുക്ക് കൂടുതലും നമുക്കോരോരുത്തർക്കും എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കൊരു റിയൽ ഗുരുവിൻ്റെ മാസ്റ്ററിൻ്റെ കൂടെ നടന്നതുകൊണ്ട് നമുക്ക് ശരിക്കും റിയൽ ടൈം എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ ഓരോ തിയറി ക്ലാസ്സുകളിലേക്ക് നമ്മളൊക്കെ പോകുമ്പം മുമുക്ഷത്വം, ആത്മസാക്ഷാത്കാരം എന്ന നിയന്ത്രണം, അങ്ങനെ ധ്യാന പ്രാക്ടീസ് വരെയൊക്കെ ഉണ്ട്. പക്ഷേ ഗുരുജി ഇങ്ങനെയൊന്നും നമ്മളെ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ശരിക്കും നമുക്ക് അനുഭവം നമുക്ക് തന്നിട്ടുള്ളതാണ്. നമുക്ക് ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം നന്ദനും പറഞ്ഞില്ലേ, പലപ്പോഴും നമ്മൾ ഒരു ഉപാധിയായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പം നമുക്ക് പല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും മൈൻഡ് എന്തെങ്കിലും ഒരു ഇത് വന്ന് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പം നമ്മൾ പലപ്പോഴും കോസാധകരെയാണ് വിളിക്കുന്നത്. നന്ദനെയോ ബാലുവിനെയോ ഓരോരുത്തരും ഇതിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പം അവർക്ക് ഒരു ഉത്തരം അവർക്ക് തരാൻ കഴിയുന്നുണ്ട്. കാരണം അവർ നിൽക്കുന്നത് ഇപ്പം ഗുരു പറയുന്ന കണക്ക് ആ പ്രസൻറ്റിലാണ്. അവർക്ക് അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു, കാരണം അതുകൊണ്ടാണ് അവരിലൂടെ ആ ഗുരു, അപ്പം നമ്മൾ പറയും ഗുരു പറയുന്ന ആ വചനങ്ങളാണ് ഗുരു പറയുന്ന കണക്കുണ്ട് ഗുരുസ്ഥാനീയനായിട്ട് നമുക്ക് തോന്നുന്നു. അതെന്തുകൊണ്ട്? നമ്മൾ ടോട്ടലി ആ നിമിഷത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയുന്നതുകൊണ്ട് ആ ഹൈ എനർജി എന്താണോ അത് നമ്മൾ ഓരോരുത്തരിലും, അപ്പോൾ ആ ഗുരു നമുക്ക് കാണിച്ചു തരുവാണ് ലൈവായിട്ട്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു പുണ്യം. വാക്കുകൾ കൂടിയല്ല ഗുരു, അത് പ്രവർത്തിച്ച് കാണിച്ചു തരുവാണ്. അപ്പം നമുക്ക് നമ്മൾ പറഞ്ഞ വെച്ചാൽ നേടാനൊന്നും അല്ല ഇതില്ല, പക്ഷേ നമ്മൾ കൊടുക്കലാണ്. ശരിക്കും ഗുരു കാണിക്കുന്നതും നമ്മളറിയാതെ നമ്മൾ പ്രവർത്തിക്കുന്നതും ഒന്നും ആഗ്രഹിച്ച് ഇങ്ങോട്ട് നേടാനല്ല, യഥാർത്ഥി ടു ഗീവ്. ആ ഗീവ് ചെയ്യാൻ പോലും നമ്മൾ ഇല്ലാതാവണം എന്നാണ് ഗുരു എൻ്റെ വാക്യങ്ങളും നമ്മളെ ശരിക്കും കാണിച്ചു തരുന്നതും നമ്മൾ അങ്ങനെ ആയിത്തീരുന്നത്. അതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അതെ ശരത്ജി പറഞ്ഞത് ശരിയാണ് തീർച്ചയായും. കാരണം ആ ഗുരുജിയുടെ പ്രസൻസ് ആണല്ലോ. അപ്പോ ഒരു തവണ ഗുരുജി വന്നപ്പോഴേ ആ ഒരു എനർജി ഫീൽഡ് എനിക്കും കിട്ടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. കാരണം ഗുരുജി വാക്കിലൂടെ മാത്രമല്ല അല്ലാതെയും ഇപ്പം നന്ദൻജി പറഞ്ഞതുപോലെ ഗുരുജിയുടെ ബ്ലെസ്സിങ് നമുക്ക് പല തരത്തിലായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ നമ്മള് ഒരു ഉപാധിയായിട്ട് ഒഴിഞ്ഞ പാത്രമായിട്ട്, അതായത് ആ മനസ്സിനെ ഒഴിഞ്ഞ പാത്രമാക്കി ഒന്നിനെയും വിലയിരുത്താതെ അങ്ങനെ ആ ലവിൽ നിന്ന് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ വസ്തുത്തിലെ ശൂന്യതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമന്യമ്മ എന്തെങ്കിലും പറയണ്ടോ?
സാമ്യമേ കേൾക്കാത്തത്? ഞാൻ തുടങ്ങി, പക്ഷേ എന്റെ മൈക്ക് ഓഫ് ആയിരുന്നു, സോറി. അപ്പൊ എനിക്ക് ഒരു എക്സ്പോഷർ അബൌട്ട് ദി സൈലൻസ് എനിക്ക് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളൊരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പം ഒരു ഗുരു വേണം എന്ന് നമ്മള് പുട്ടവർത്തി പോകുമ്പം സേവ ചെയ്യുമ്പം പിന്നെ നമുക്കൊരു ഗുരു വേണം എന്നുള്ള ആ സായിബാബയ്ക്ക് എഴുതി കൊടുത്തായിരുന്നു ഒരു ലെറ്റർ. അവിടെ തന്നെ പോസ്റ്റ് ചെയ്തു, ഒരു കൊറിയർ വഴി കൊടുത്തുവിട്ടായിരുന്നു. പിന്നെ അവിടുത്തെ സേവനം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ വരുമ്പം അവിടെ സ്പെഷ്യൽ ദർശനം ഉള്ളപ്പം നമ്മൾ അവിടെ ഇരിക്കും. അപ്പൊ ഇവര് പിന്നെ നമുക്ക് ഭസ്മവും വേറെ ഒരു കാർഡും ഭഗവാന്റെ തരും. അപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, when I pass by, keep your mind empty so that you can get that energy from me. എനിക്ക് അന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല എന്താണെന്ന് അത്. പക്ഷെ സൈലന്റ് ആക്കാൻ നോക്കി, അത് സാധ്യമല്ല. ഭൗതികതയിൽ നിൽക്കുമ്പം ഒന്നും സൈലന്റ് ആവില്ല. പക്ഷെ വായടച്ച് വെച്ചിട്ടല്ലല്ലോ, ആ മൈൻഡ് സൈലന്റ് ആവണ്ടേ. അത് നമുക്കൊന്നും അറിഞ്ഞില്ല. പക്ഷെ അതിന്റെ ഒരു എക്സ്പോഷർ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് തേടുന്നുണ്ടായിരുന്നു. അപ്പൊ ആ തേടൽ ദൂരെ നിന്ന് ഭഗവാനെ കാണുന്നു, പിന്നെ സായിറാമിനെ കാണുന്നുണ്ട് ഭഗവാനെ, പക്ഷെ അടുത്ത് ചെല്ലാൻ പറ്റില്ല. സോ കീപ് യുവർ മൈൻഡ് സൈലന്റ് ഒക്കുമെങ്കിൽ അങ്ങനെ ഇരുന്ന് പ്രസാദവും മേടിച്ച് നമ്മളിങ്ങ് പോന്നു. പിന്നെ ഗുരുവിനെ വേണം എഴുത്തും കൊടുത്തിട്ട് ഇങ്ങ് പോന്നു. അങ്ങ് പോന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗുരുവായിട്ട് കോണ്ടാക്ട് ഉണ്ടാവുന്നതും. നന്ദൻ അതിൽ ഇൻസ്ട്രുമെന്റലുമായിരുന്നു. എന്നെ വന്ന് ബോധിപ്പിക്കാൻ, ഗുരു ഇങ്ങനെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗുരുവിനെ പിന്നെ അങ്ങനെ കോണ്ടാക്റ്റിൽ വന്ന്, അപ്പൊ ആ സമയത്ത് നമ്മുടെ ചെങ്ങന്നൂരുള്ള എല്ലാ സാധകരും, ഞാനൊരു ജോത്സ്യന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ആ ബസ് ഇറങ്ങി ഇങ്ങനെ വരുമ്പം പിന്നെ നമ്മുടെ ചെങ്ങന്നൂര് കുട്ടാശന്, അശ്വതി, അങ്ങനെ 3-4 പേര് ഒരു കാർ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരുന്ന അവര് എന്നെ കടന്നു പോയി. അപ്പോഴാ മണിക്കൂട്ടൻ പറഞ്ഞു, ഇത് സ്വാമിനിയമ്മയാണ്. അങ്ങനെ സോ ദേർ ഇറ്റ് സെൽഫ് ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല, നമ്മളൊക്കെ ഇങ്ങനെ ഗുരുവിന്റെ അടുത്ത് വരാൻ പോവുകയാണെന്ന് നമ്മൾ ആരും അറിഞ്ഞില്ല. അവരെന്നെ കണ്ടു എന്നാ പറയുന്നത്, ഞാൻ കണ്ടില്ല. ഞാൻ ആ ജോത്സ്യനെ കണ്ടിട്ട് വന്നപ്പം എന്തോ ഫാമിലിത്തെ കാര്യം അന്വേഷിക്കാൻ പോയപ്പോഴാ അദ്ദേഹം പറഞ്ഞ ഒരു 30 വർഷം ഇനിയുണ്ട് ആത്മീയതയിൽ. അന്ന് ഞാൻ പോലും ചിന്തിച്ചിട്ടില്ല ആത്മീയതയെ കുറിച്ച്. അപ്പോ അങ്ങനെ ഒരു അനുഭവം ഉണ്ട്, സൈലൻസ് എന്ന് പറയുന്ന കാര്യം. പക്ഷെ അന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇന്ന് അതല്ല, 20-25 വർഷം ഗുരുവിന്റെ കൂടെ വന്നിട്ട് ആദ്യമൊക്കെ നമ്മള് ഗുരുജി അങ്ങനെ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ എല്ലാം പറഞ്ഞു തരില്ല. നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പം അതിന് ആൻസർ തന്ന അത് എഴുതിയിട്ട് നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഒരു മീറ്റ് മീ ഫയലില്. പക്ഷെ ചില കാര്യങ്ങൾ ആൻസർ തരൂല. ദാറ്റ് മീൻസ് നമ്മൾ തേടണം. അത് തേടിയാലേ ഉള്ളൂ, തേടി കണ്ടുപിടിച്ചാലേ മനസ്സിലാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഉപാധികളൊക്കെ കണ്ടുപിടിക്കുന്ന ഉപാധികളെല്ലാം നമ്മുടെ ഈ പാതയിൽ ഡ്രോപ്പ് ചെയ്ത് പോകേണ്ടതാണ്. ജസ്റ്റ് ലൈക്ക് ഈ നിരീക്ഷണവും പോകേണ്ടതുപോലെ ഈ മനസ്സ് ഭയങ്കര യൂസ്ഫുൾ ആണ്. മനസ്സും ട്രാൻസ്ഫോം ചെയ്യും. അപ്പൊ ഇതെല്ലാം മാറി 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 ഏച്ചത്തിലാണ് ഇതെല്ലാം പിന്നെ നിൽക്കാൻ പോകുന്നത്. പക്ഷെ നമുക്കിതെല്ലാം അതുവരെ എത്താത്തത് കൊണ്ട്, ആ ഏക പ്രകാശമായിട്ട് നമ്മൾ നിൽക്കാത്തതും കൊണ്ട് ആ ഡിഫറൻസ് നമുക്ക് അങ്ങനെ തോന്നിയിട്ട് നമ്മൾ വാക്കുകൾ ഉപയോഗിച്ച് അത് എക്സ്പ്രസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ടോട്ടൽ സൈലൻസ്, നിശ്ചലത ഉള്ള ഒരു മേഖലയിലോട്ട് പോവാം. ഇപ്പം ഞാനും സംസാരിക്കുമ്പം നമുക്ക് അവയർനെസ് ഉണ്ട് ദാറ്റ് വി ആർ ഗോയിങ് ടു ദാറ്റ് നോയ്സി ലെവൽ എന്ന് ഉള്ളത്. അത് ബോധത്തോടെ നമ്മളത് അറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. നമ്മൾ കുറെ കൂടെ മുന്നോട്ട് പോകാനുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങൾ ഉള്ളിൽ ഉണ്ട്. തിരിച്ചറിയാൻ ഈ ഗുരു കൃപയാൽ നമുക്ക് ഗുരുവിന്റെ ഹെൽപ്പോടെ
സഞ്ചരിക്കാം. എങ്ങനെ എപ്പോഴ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ സെൽഫിൽ നിൽക്കുന്നത്, പക്ഷെ അതാണ് ദ ബെസ്റ്റ് ഓഫ് ഓൾ. തന്നറിവാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അറിവ്. അറിവുകളിൽ പുറത്തു നിന്നുള്ള ആ നോളജ് ഒക്കെ അതിനെക്കാട്ടിൽ തന്നറിവ് വേണം. നമ്മൾ ആരാണെന്ന് പിന്നെ ശാന്തതയും പിന്നെ എന്താണ് സച്ചിദാനന്ദത്തിന്റെയും സ്വരൂപമാണെന്ന് അത് അറിയുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് തന്നെ ജീവിതം അർത്ഥവത്താക്കാനുള്ള ഏറ്റവും വലിയ അറിവ്. അത് ആ പ്രസന്റിൽ നിന്ന് അനുഭവിക്കാമെങ്കിൽ എത്ര ലൈറ്റ് ആകും നമ്മള്. അപ്പോ നമ്മൾ അങ്ങനെ പീസ്ഫുൾ ആകുമ്പം ചുറ്റിനുമുള്ള ആ സറൗണ്ടിങ്ങും പീസ്ഫുൾ ആകും. ഈവൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, എവറിഥിങ് വിൽ ബിക്കം പീസ്ഫുൾ. അത് നമുക്ക് അറിയും. അപ്പൊ അങ്ങനെ ശാന്തമായിട്ട് ആ ഒരു തലത്തിലും വേണമെങ്കിൽ ലയനം നടക്കാം. ആൻഡ് യു ക്യാൻ ഹെൽപ്പ് ഔട്ട് എവറിബഡി. അപ്പോഴാണ് ആ മനസ്സ് സൈലന്റ് ആവുമ്പോഴാണ് ബോധവും ഹൃദയവും ഒന്നിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സൈലന്റ് മൈൻഡ് ആകുമ്പോഴാണ് ആ ഹൃദയവികാസം, ആ ചക്ര ആക്ടിവേറ്റ് ചെയ്തിട്ട് സൈലന്റ് മൈൻഡിലാണ്. ഒരു മൈൻഡ് എന്ന് പറയുന്നത് വികാരം കൊള്ളുന്നതാണ്. പക്ഷെ സൈലൻസിൽ എത്തുമ്പോൾ ആ മൈൻഡ് പിന്നെ സമഗ്രമായ ചിന്തകളാണ്. ഗുരുജട, പ്രേമം, പ്രണയം, ഡിവൈൻ ലവ്, സഹാനുഭൂതി, പിന്നെ ക്ഷമ, അതെല്ലാം ഉണ്ടാവും, അപ്പോഴും ഉണ്ടാവും. അപ്പൊ ഒരു അർത്ഥവത് ജീവിതം ആരെയും മാറ്റി നിർത്തത്തില്ല. പിന്നെ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് കൂടെ ഉണ്ട്. ഞാനും മറ്റേതും ഒന്ന് അന്യമല്ല, അതിനകത്തുള്ളത് എന്നിലുള്ളത് അതിലുമുണ്ട്. അപ്പൊ നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ആ തരത്തിലോട്ട് നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പൊ ടാർഗറ്റ്സ് ഉണ്ട്. അതെല്ലാം പിന്നെ എല്ലാം വിടണം, അത് വേറെ കാര്യം. പറഞ്ഞതുപോലെ ഒറ്റ ഒരു ആ ബാക്ക്ഗ്രൗണ്ട് മാത്രം പ്രകാശിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തണം. അത് ആ സത്ത തന്നെ തീരുമാനിക്കും എവിടെയാണെന്ന്. ആദ്യം നമ്മുടെ ശ്രമകരമാണ്. നമ്മൾ പിന്നെ പ്രയത്നം വേണം ആദ്യം. പിന്നീട് ഒരു സ്റ്റേജ് കഴിയുമ്പം അത് പിന്നെ പ്രയത്നരഹിതം, വിത്തൗട്ട് എനി എഫേർട്ട് ഇറ്റ് ഹാപ്പൻസ്. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു പോയിന്റ് കൂടി ശരത്ജി, ജസ്റ്റ് ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട്, അതായത് ഗുരുജി തിരുവനന്തപുരത്താണ്. ഈ കണ്ണൂരുള്ള എന്നെ ഗുരുജിയുമായിട്ട് എങ്ങനെ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ആശ്ചര്യമാണ്. പിന്നെ ഞാൻ ഈ പറയുന്നതില് കുറെ അത്ര ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കുറവായതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കണ്ടേക്കാം. കാരണം അത്രയും കുറച്ച് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇനിയും മുന്നോട്ട് കുറെ പോകാൻ എനിക്കുണ്ടെന്നുള്ളത് ബോധ്യമുണ്ട്. അപ്പൊ ആ ഒരു ഈ ഗുരുജിയെ, ഇങ്ങനെ ഇത്രയും ദൂരെയുള്ള ഗുരുജിയെ ഗുരുവായിട്ട് ഒരു ബന്ധപ്പെട്ടത്, അത് തന്നെ ഒരു എനിക്കൊരു ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ഹരിയോം. തീർച്ചയായും. ഹരിയോം.